ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന്. അതായത് എത്ര മാർക്കൊക്കെയാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്, അസൈൻമെന്റിലൂടെ എത്ര മാർക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റിന്റെ അപ്ഡേഷൻ ഒക്കെ യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ്, എത്ര മാർക്കാണ് നമുക്ക് അസൈൻമെന്റ് നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ എത്ര നമ്മൾ എഴുതിയെടുക്കണം എന്നൊക്കെ. അപ്പം നിങ്ങൾക്കറിയാം, അസൈൻമെന്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വരുന്നത് മെയിൻ എക്സാം ആണല്ലേ. അപ്പം മെയിൻ എക്സാമിന് മുന്നേ ഓരോ ഡിഗ്രി കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മാർക്ക് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG കോഴ്സുകൾ ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൽ 4ഓളം പേപ്പേഴ്സ് ആണ് എഴുതാനുള്ളത്. ആ ഒരു പേപ്പറിൽ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാണ്. എങ്ങനെയാണ് ഈ ഒരു 100 മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. ഈ 100 മാർക്കിൽ 70 മാർക്ക് എക്സ്റ്റേണൽ മാർക്കാണ്. എന്താണ് ഈ എക്സ്റ്റേണൽ മാർക്ക്? എക്സ്റ്റേണൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിട്ടൺ എക്സാമിൽ നിന്നും എഴുതിയെടുക്കേണ്ട മാർക്കാണ്. അതായത് റിട്ടൺ എക്സാമിന്റെ ടോട്ടൽ മാർക്കാണ് ഈ 70 മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി 70 മാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നത് ഈ ഒരു 30 മാർക്കാണ്. അതാണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക്. അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഇന്റേണൽ എക്സാം എന്ന് പറയുന്നത് അസൈൻമെന്റ് ആണ് അല്ലേ. നമ്മൾ മുന്നേ അസൈൻമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇന്റേണൽ മാർക്കായിട്ട് ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കാണ്. അപ്പോൾ അസൈൻമെന്റിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പറിന് നിങ്ങൾക്ക് 2 അസൈൻമെന്റ് ആണ് വരുന്നത്. അതായത് ടോട്ടൽ നമുക്ക് ഇന്റേണൽ മാർക്ക് വരുന്നത് 30 മാർക്കാണെങ്കിൽ ആ ഒരു 30 മാർക്കിൽ നിങ്ങൾക്ക് 2 അസൈൻമെന്റ് ആണ് വരുന്നത്. അതായത് ഒരു അസൈൻമെന്റിന് 15 മാർക്കും രണ്ടാമത്തെ അസൈൻമെന്റിന് 15 മാർക്കും. സെറ്റ് 1, സെറ്റ് 2 എന്നിങ്ങനെ 2 അസൈൻമെന്റുകളാണ് ഉള്ളത്. അതിൽ ഒരു അസൈൻമെന്റിന് 15 മാർക്കും അടുത്ത അസൈൻമെന്റിന് 15 മാർക്കും. ഇങ്ങനെ 2 അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇന്റേണൽ മാർക്കായിട്ടുള്ള 30 മാർക്ക് വരുന്നത്. സോ ഈ ഒരു ഇന്റേണൽ മാർക്ക് 30ഉം ഈ ഒരു എക്സ്റ്റേണൽ മാർക്ക് 70ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ 100 മാർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ എക്സാമും അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്റേണൽസും, അതായത് നിങ്ങളുടെ അസൈൻമെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മെയിൻ എക്സാമിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അതിന് പഠിക്കുന്നുണ്ടോ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ അസൈൻമെന്റും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ടോട്ടൽ മാർക്കിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പാസിംഗ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ മാർക്ക് 100 മാർക്കാണെന്ന് പറഞ്ഞു. ഈ 100 മാർക്കിന്റെ 35% ആണ് നിങ്ങളുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. 100 മാർക്കിന്റെ 35% എന്ന് പറയുമ്പോൾ 35 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടലായിട്ട് നിങ്ങൾ പാസിംഗ് മാർക്കായിട്ട് എഴുതി എടുക്കേണ്ട മാർക്ക്. അതായത് 100 മാർക്കിൽ 35 മാർക്കാണ് നിങ്ങളുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ആ ഒരു പാസിംഗ് മാർക്കിൽ എക്സ്റ്റേണൽ എക്സാമിന്, അതായത് നിങ്ങളുടെ റിട്ടൺ എക്സാമിന് നിങ്ങൾക്ക് 70 മാർക്കാണല്ലോ വരുന്നത്. ഈ 70 മാർക്കിൽ 21 മാർക്കാണ് നിങ്ങൾ എഴുതിയെടുക്കേണ്ടത്.
അപ്പോൾ 100 മാർക്കിൽ നിങ്ങൾക്ക് 35 മാർക്കാണ് പാസ് മാർക്കായിട്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ 70 മാർക്കായിട്ടുള്ള എക്സ്റ്റേണലിൽ നിന്നും 21 മാർക്കാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എഴുതിയെടുക്കേണ്ടത്. ഇനി അതൊരു 20 മാർക്കോ 19 മാർക്കോ ഒക്കെ ആണെങ്കിൽ ആ കുട്ടി ഫെയിൽ ആവുന്നതായിരിക്കും. അതായത് എക്സ്റ്റേണൽ മാർക്കിൽ നിന്നും ആ കുട്ടി ആ ഒരു എക്സ്റ്റേണൽ എക്സാമിൽ നിന്നും ആ ഒരു കുട്ടി നിർബന്ധമായിട്ടും 21 മാർക്ക് എഴുതിയെടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടി എക്സ്റ്റേണൽ എക്സാം പാസ്സാവുള്ളൂ. ഇനി നമ്മൾ ഇന്റേണലിന്റെ കാര്യം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്റേണൽ അസൈൻമെന്റ് ആണ്. അതിൽ നമുക്ക് 30 മാർക്കാണ്. 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 30 മാർക്കാണ് കിട്ടുന്നത്. സോ യൂണിവേഴ്സിറ്റി നമുക്ക് അസൈൻമെന്റിന്റെ ഒരു പാസ് മാർക്ക് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇതുവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. അതായത് 2 അസൈൻമെന്റ് വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷെ അസൈൻമെന്റിന് പാസിംഗ് മാർക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയ യൂണിവേഴ്സിറ്റി മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഇതുവരെ അവരത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതായത് നിങ്ങൾക്ക് 21 മാർക്ക് നിങ്ങൾ എക്സ്റ്റേണൽ എക്സാമിൽ നിന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ 35 പാസ് മാർക്കിലേക്കുള്ള ബാക്കി മാർക്ക് ഈ ഒരു ഇന്റേണൽ നിങ്ങളുടെ അസൈൻമെന്റിൽ നിന്നും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കിംഗ് സിസ്റ്റത്തിന്റെ കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ മാർക്ക് നമുക്ക് 100ലാണ് വരുന്നത്. ഈ 100 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റേണലും എക്സ്റ്റേണലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള 100 മാർക്കാണ്. എക്സ്റ്റേണൽ എക്സാം അതായത് നിങ്ങളുടെ റിട്ടൺ എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് 70 മാർക്കും ഇന്റേണൽ എക്സാം നിങ്ങളുടെ അസൈൻമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ടോട്ടൽ വരുന്നത് 30 മാർക്കുമാണ്. അപ്പോൾ എക്സ്റ്റേണൽ എക്സാം എഴുതുന്ന കുട്ടികൾ അതായത് റിട്ടൺ എക്സാം എഴുതുന്ന കുട്ടികൾ 70 മാർക്കിൽ മിനിമം 21 മാർക്കെങ്കിലും എഴുതി എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എക്സ്റ്റേണൽ എക്സാം പാസ്സാവുള്ളൂ. ഇന്റേണൽ എക്സാമിൽ നമുക്കൊരു പാസ് മാർക്ക് എന്നുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റി ഇതുവരെ അത് മുന്നോട്ട് വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞ സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് തോന്നുന്ന മറ്റൊരു ഡൗട്ട് എന്താണെന്നുള്ളത് നമുക്കൊരു ഉദാഹരണത്തിലൂടെ ചെക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി എക്സ്റ്റേണൽ എക്സാമിൽ നിന്നും ഒരു 15 മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് എക്സ്റ്റേണൽ എക്സാമിൽ ആ കുട്ടി സ്കോർ ചെയ്തത് വെറും 15 മാർക്കാണ്. ഓക്കെ, പക്ഷേ അസൈൻമെന്റ് രണ്ടും ആ കുട്ടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് അസൈൻമെന്റിൽ നിന്നും കിട്ടിയത് ഫുൾ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, 30 മാർക്ക്. ഓക്കെ, നമുക്ക് അസൈൻമെന്റിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ആ കുട്ടിക്ക് അസൈൻമെന്റിന് ഫുൾ മാർക്കും കിട്ടി. എന്നാൽ എക്സ്റ്റേണൽ എക്സാമിന് റിട്ടൺ എക്സാമിന് ആ കുട്ടിക്ക് കിട്ടിയത് 15 മാർക്കുമാണ്. ഇത് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് 45 മാർക്കാണ് നമുക്ക് ടോട്ടൽ വരുന്നത്. അതായത് റിസൾട്ട് വരുമ്പോൾ ആ കുട്ടിക്ക് ആ ഒരു സബ്ജക്റ്റിന് 45 മാർക്കാണ് കിട്ടുക. ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പാസ് മാർക്കായിട്ടുള്ള 35 മാർക്കിനേക്കാൾ കൂടുതലാണ് ഈ ഒരു 45 മാർക്ക് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ആ കുട്ടി ആ ഒരു പേപ്പർ ഫെയിലാണ്. കാരണം എന്താണ്? ആ കുട്ടിക്ക് റിട്ടൺ എക്സാമിൽ നിന്നും മാത്രം കിട്ടിയിരിക്കുന്നത് വെറും 15 മാർക്കാണ്. കമ്പൾസറി ആയിട്ടും റിട്ടൺ എക്സാമിൽ നിന്നും ആ കുട്ടിക്ക് 21 മാർക്ക് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ ആ കുട്ടി പാസ്സാവുള്ളൂ. ഇനി വേറൊരു കേസ് നോക്കുകയാണെങ്കിൽ 21 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരു കുട്ടി റിട്ടൺ എക്സാമിൽ നിന്നും 21 മാർക്കാണ് ഒരു കുട്ടിക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ ആ കുട്ടി റിട്ടൺ എക്സാം പാസ്സാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എത്രയാണോ അസൈൻമെന്റിന്റെ മാർക്ക് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 20 മാർക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അസൈൻമെന്റിന്റെ മാർക്ക് ഒരു 20 മാർക്കും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ടോട്ടൽ ആ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് 41 മാർക്കാണ്. സോ ഈ ഒരു 41 മാർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ പാസ് മാർക്കായിട്ടുള്ള 35നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനർത്ഥം ആ കുട്ടി ആ ഒരു സബ്ജക്റ്റ് പാസ്സാണെന്നാണ്. സോ ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അവർ മാർക്കിംഗ് സിസ്റ്റം ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം റിട്ടൺ എക്സാമിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പാസ്സാവണം. ഒരിക്കലും ടോട്ടൽ മാർക്കിനെ വെച്ചിട്ട് നിങ്ങളുടെ പാസ് മാർക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല. റിട്ടൺ എക്സാമിൽ നിന്ന് 70 മാർക്കാണ് റിട്ടൺ എക്സാം എന്നുണ്ടെങ്കിൽ അതിൽ 21 മാർക്ക് ആ കുട്ടി കമ്പൾസറി ആയിട്ട് എഴുതിയെടുത്തിരിക്കണം. ബാക്കി മാർക്ക് മാത്രമേ നമുക്ക് അസൈൻമെന്റിൽ നിന്നും ആഡ് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 35 മാർക്കാണ് നമുക്ക് ടോട്ടൽ പാസ് മാർക്ക് വേണ്ടത് എങ്കിലും ഒരു കുട്ടി റിട്ടൺ എക്സാമിൽ നിന്നും 35 മാർക്ക് എടുത്തിട്ടുണ്ട്, എന്നാൽ ആ കുട്ടി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആ കുട്ടി ഫെയിലാണ്. കാരണം ആ ഒരു പേപ്പറിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാസ് മാർക്ക് എന്നുള്ളത് നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടൺ എക്സാമിനെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ 2 അസൈൻമെന്റ് ആണ് വരുന്നത്. ടോട്ടൽ 30 മാർക്കാണ് അസൈൻമെന്റിന് വരുന്നത്. അപ്പോൾ ഈ ഒരു പാസിംഗ് മാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 95% അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് O ആണ്. O എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് നിങ്ങൾക്ക് 95% കൂടുതൽ മാർക്ക് ഒരു പേപ്പറിന് കിട്ടുകയാണെങ്കിൽ വരുന്നത്. ഇനി 80%-നും
90%-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് A+ ആണ്, എക്സലൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി 70%-നും 80%-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് A ഗ്രേഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി 60%-നും 70%-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് B+ ആണ്. 50%-നും 60%-നും ഇടയിലാണ് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ ഗ്രേഡ് വരുന്നത് B ആണ്. ഓക്കെ, ഇനി 40%-നും 50%-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് എന്ന് പറയുന്നത് C ആണ്. പിന്നെ അതുപോലെ തന്നെ 35%-നും 40%-നും ഇടയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ് വരുന്നത് P ആണ്. P എന്ന് പറഞ്ഞാൽ പാസ് എന്നാണ് കേട്ടോ. അപ്പോൾ 35% മിനിമം കിട്ടിയ ഒരു കുട്ടി മാത്രമേ ആ ഒരു എക്സാം പാസ് ആവുള്ളൂ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാവിങ് 30% ഓർ എബോവ് ഫോർ ESC ഇൻ എ നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ പാസ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് പറഞ്ഞത്. അതായത് റിട്ടൺ എക്സാമിൽ നമ്മൾ 70 മാർക്കിൽ മിനിമം അതിൻ്റെ 30% സ്കോർ ചെയ്യണം. അതായത് 21 മാർക്ക് റിട്ടൺ എക്സാമിൽ സ്കോർ ചെയ്താൽ മാത്രമേ ആ ഒരു കുട്ടി പാസ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി 35%-ൽ കുറവാണെങ്കിൽ ആ കുട്ടി ഫെയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 35%-ൽ കുറവായിട്ട് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി മാത്രമേ ഫെയിൽ ആവുകയുള്ളൂ. പിന്നെ അതുമല്ല, റിട്ടൺ എക്സാമിൽ മസ്റ്റായിട്ട് ആ ഒരു കുട്ടി 70 മാർക്കിൻ്റെ 30%, അതായത് 21 മാർക്കെങ്കിലും മിനിമം വാങ്ങിച്ചിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏകദേശ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 80%-നും അതുപോലെ തന്നെ 100%-നും ഇടയിൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 60%-നും 80%-നും ഉള്ളിൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ്സും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് പോലെയുള്ള കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയിലെ പാസിംഗ് മാർക്കിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.